ലതാ സഞ്ജീവ് വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 2ാമത്തെ യൂണിറ്റിലെ ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കടങ്കഥകളെക്കുറിച്ചും കടങ്കഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കഥയെക്കുറിച്ചുമായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ മുത്തച്ഛനും കുട്ടികളും നടത്തിയ കടങ്കഥാ മത്സരം പോലെ തന്നെ കൂട്ടുകാർക്ക് ക്ലാസ്സിലും കടങ്കഥാ പയറ്റ് നടത്താവുന്നതാണ്. 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് തമ്മിൽ കടങ്കഥകൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരം പറയുക. അങ്ങനെ ഒരു ക്ലാസ് പ്രവർത്തനം എന്ന രീതിയിൽ കടങ്കഥാ പയറ്റ് നമുക്ക് നടത്താവുന്നതാണ്. പാഠപുസ്തകത്തിലെ ചില പഠന പ്രവർത്തനങ്ങളിൽ കഥയിലും കടങ്കഥ എന്നൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിലെത്തിയ ഒരു അതിഥിയെ ഒരു ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. അത് കഥയല്ല, അത് നമ്മുടെ ഒരു പുരാണത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അതിഥിയും അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വരരുചി എന്ന ബ്രാഹ്മണനെ കുറിച്ച്. വരരുചി അതായത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഇതിൻ്റെ പിതാവായ വരരുചിയെക്കുറിച്ചുള്ളതാണ് ആ ഒരു കഥ. വിക്രമാദിത്യ സദസ്സിലെ ഒരു എന്താ പറയുക പ്രഗത്ഭനായിരുന്നു വരരുചി എന്നാൾ. ഒരിക്കൽ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചർച്ചയിൽ ഉത്തരം കിട്ടാഞ്ഞതുകൊണ്ട് ഉത്തരം തേടി അലയുന്ന വരരുചി അലയുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം രാത്രിയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തങ്ങാനിടയായി. ആ വൃക്ഷത്തിൽ കുറച്ച് കുറച്ച് വനദേവതമാർ പാർത്തിരുന്നു. അവരുടെ സംഭാഷണം വരരുചിക്ക് അറിയാമായിരുന്നു. അവരുടെ സംഭാഷണം ഇതായിരുന്നു: ഇന്ന് ഗ്രാമത്തിലൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായി. ഒരു പ്രസവം നടന്നു. ആ കുട്ടിയുടെ ഭാവി ഇങ്ങനെയാണ്: രാമായണത്തിലെ മാം വിധി ജനകാത്മജ എന്ന ശ്ലോകം, ഏറ്റവും പ്രാധാന്യമേറിയ ശ്ലോകം അതാണ് എന്നറിയാത്ത ഈ മരത്തിൻ്റെ കീഴിൽ ഉറങ്ങുന്ന വരരുചിയായിരിക്കും ആ കുഞ്ഞിൻ്റെ ഭർത്താവായി വരുന്നത് എന്ന് അവർ പ്രവചിക്കുകയുണ്ടായി. ഇത് കേട്ട് മനസ്സിലാക്കിയ വരരുചി എന്താ ചെയ്തതെന്നറിയോ? ഈ വിവരം വിക്രമാദിത്യ മഹാരാജാവിനെ അറിയിക്കുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് അത് തൻ്റെ കുലത്തിന്, രാജ്യത്തിന് അഭിമാനം നഷ്ടപ്പെടുത്തും എന്ന് ഉള്ള ചിന്തയിൽ ആ കുഞ്ഞിനെ രാത്രിയിൽ പുഴയിൽ തലയ്ക്ക് ഒരു പന്തമൊക്കെ കുത്തിവെച്ച് പുഴയിൽ ഒഴുക്കിയിരുന്നു എന്നാണ് ഐതിഹ്യം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വരരുചി തന്നെ ഒരു യാത്രയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ അടുത്തെത്തപ്പെട്ടു. രാത്രിയായിരുന്നു. അപ്പോൾ ആ പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബമായിരുന്നു. അവർ അദ്ദേഹത്തെ, ഈ വരരുചി എന്ന പേരുകേട്ട് അദ്ദേഹത്തെ ഭക്ഷണത്തിനായി വിളിക്കുകയും അപ്പോൾ ചില നിബന്ധനകൾ വരരുചി വെച്ചു. അതായത് ഭക്ഷണത്തിന് എനിക്ക് 101 കൂട്ടം കറി വേണം, അതുപോലെ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 4 പേരെ തിന്നണം, 4 പേരെന്നെ ചുമക്കണം, ഇങ്ങനെയൊക്കെ ചില നിബന്ധനകൾ പറഞ്ഞു. പാവം ബ്രാഹ്മണൻ എന്താ പറയുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു, എല്ലാം സമ്മതിച്ച് അദ്ദേഹത്തെ ആഹാരം കഴിക്കാൻ വിളിക്കൂ അച്ഛാ എന്ന് പറഞ്ഞു. അദ്ദേഹം ഊണ് കഴിക്കാൻ എത്തിയപ്പോഴേക്കും ഇഞ്ചിക്കറിയാണ് പാർവതി എന്ന ആ പെൺകുട്ടി തയ്യാറാക്കി. അതായത് 101 കറികൾക്ക് തുല്യമാണ് ഈ ഇഞ്ചിക്കറി എന്നതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ഊണിന് അത് കൊടുത്തു. അത് വളരെ അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെയാണ്. അതുപോലെ ഊണിന് ശേഷം 4 പേരെ തിന്നണം എന്ന് പറഞ്ഞത് വെറ്റില മുറുക്കാൻ, വെറ്റില, അടയ്ക്ക, പാക്ക, ചുണ്ണാമ്പ് ചേർന്നതാണ് ഈ 4 പേര്. നല്ലൊരു വെറ്റില മുറുക്ക് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് വിശ്രമിക്കാനായി 4 കാലുള്ള കട്ടിലാണ്, 4 പേരെന്നെ ചുമക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് 4 കാലുള്ള കട്ടിലാണ്. നല്ലൊരു കിടക്ക അദ്ദേഹത്തിന് തയ്യാറാക്കി കൊടുത്തു. ഇതിൽ സന്തുഷ്ടനായ വരരുചി ആ ബ്രാഹ്മണ പിതാവിനോട് ചോദിച്ചു, ഇതാരാണിത് ഇത്രയും ഉപദേശിച്ചു തന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളാണെന്നും ആ മകളിൽ താല്പര്യം തോന്നിയ വരരുചി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു.
അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരവസരത്തിൽ ഈ ഭാര്യയായിട്ട് വന്ന ഈ പെൺകുട്ടി, അതായത് പാർവതി എന്ന പേരുള്ള പെൺകുട്ടിയുടെ തലയിൽ കണ്ട ഒരു പാടിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ വളർത്തച്ഛനാണ്, എന്നെ അദ്ദേഹത്തിന് നദിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന്. അപ്പോൾ ബാക്കി എന്താ സംഭവിച്ചിരിക്കാമെന്ന് വരരുചിക്ക് മനസ്സിലായപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം, പ്രവചനം ഒരിക്കലും തെറ്റില്ല, ഈശ്വരൻ്റെ ആ ഒരു വിധി അങ്ങനെ തന്നെ നടക്കുമെന്ന് മനസ്സിലാക്കിയ വരരുചി അന്നുമുതൽ തൻ്റെ ഭാര്യയുമായി അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന് 12 മക്കളുണ്ടായി. നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പറയിപ്പറ്റ പന്തിരുകുലം എന്ന ആ ഒരു കഥ